ഹലോ ഗായ്സ്, മല്ലു ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് വീണ്ടും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ബക്കറ്റ് ചിക്കനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു ചിക്കൻ്റെ കടയിലേക്ക് പോവാം. ഒരു ചെറിയ കോഴിയെ കിട്ടുകയാണെങ്കിൽ അവനെ പിടിക്കാം. അപ്പോൾ ഇവിടെ എത്തിയുള്ളത് തന്നെ നമ്മളൊരു നോർമൽ സൈസിലൊരു ചിക്കൻ ഓർഡർ ചെയ്തു. അതിപ്പോൾ റെഡി ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കനായിട്ട് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒന്ന് കഴുകാൻ വേണ്ടി എടുത്തതാണ്. നന്നായിട്ട് കഴുകുക, ആ ബ്ലഡൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ. ഇങ്ങനെ പിടിച്ചപ്പോൾ എനിക്ക് ബോയിങ് ആയിട്ട് ഓർമ്മ വന്ന്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി നന്നാക്കി കഴുകിയെടുക്കുക. നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതേ ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുക. നമുക്ക് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച് സെറ്റാക്കി വെക്കേണ്ട മുതലാണിത്. രണ്ടു ഭാഗം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഓരോ വാരൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. മസാല ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടേ. ഈ അമ്മിക്കല്ല് വേറെ ഒന്നിനല്ല, കുരുമുളക് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് കുരുമുളക് എടുത്തിട്ട് പൊടിക്കാനുള്ള പരിപാടിയിലാണ് ഈ അമ്മിക്കല്ല് എടുത്തത്. അപ്പോൾ അമ്മിക്കുട്ടി എടുത്തിട്ട് നൈസായിട്ട് 4 വരെയാണ്. ആയിട്ടുണ്ട്. ഇത് ചുവന്ന മുളക് ചതച്ചത്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങ. ഇതാണ് നമ്മുടെ മസാലയുടെ കൂട്ടിട്ടോ. ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറയാത്തൊരു കാര്യം കൂടിയുണ്ട്, കുരുമുളക് പൊടി. അപ്പോൾ ഇവയെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇതിലേക്ക് തട്ടിയിട്ടുണ്ട്. ജസ്റ്റ് കൈ കൊണ്ടിങ്ങനെ മിക്സ് ചെയ്യാണ്. മുളകിൻ്റെ എല്ലാ അവസ്ഥാന്തരങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഞാനൊരു നാരങ്ങ പിഴിഞ്ഞു. ഫസ്റ്റത്തെ മുറിയാണ്, രണ്ടാമത്തെ മുറി കൂടി പിഴിഞ്ഞു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ എടുത്തു. നമ്മുടെ പേസ്റ്റായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ കൈ കൊണ്ട് തന്നെ നല്ല പുകച്ചില്ല കേട്ടോ. കൈ നല്ല പുകയുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതായത് ഇതേപോലെ ഇങ്ങനെ ചിക്കൻ്റെ മേലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം എല്ലാ എഡ്ജിലും.
റെഡി ആവാത്ത സ്ഥലം പാടില്ല. നല്ലോണം നോക്കിയിട്ട് ഒക്കെ ചെയ്യാം. ഈ ഒരു തേച്ച് പിടിപ്പിക്കലൊക്കെ നല്ല തന്നെയാണ് കേട്ടോ. കറക്റ്റായിട്ട് ഈ മസാലയൊക്കെ ഈ അരിച്ചിലൊക്കെ നമ്മൾ വരിഞ്ഞ് വെച്ചിരിക്കുന്നിടത്തൊക്കെ കറക്റ്റായിട്ട് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തണം. എന്നാലേ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിവിടെ മസാലയൊക്കെ തേച്ചിട്ട് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ജസ്റ്റ് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ വെക്കണതിന് തെറ്റില്ല. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ നിന്നോട്ടെ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ സ്റ്റാൻഡൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് താഴെ നല്ല വാഴയുടെ ഇലയൊക്കെ വെച്ചിട്ട് താഴെ ഭാഗം തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചിക്കൻ വെക്കണം. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ബക്കറ്റ് കമഴ്ത്തി വെക്കണം. ഞാൻ ആ അടിഭാഗം കുറച്ചൊരു ഹോള് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മണ്ണ് വെച്ചൊന്ന് ജസ്റ്റ് അടച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എയറൊന്നും പുറത്തേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. നമുക്ക് വിറകുകൾ ഓരോന്നായിട്ട് അടുക്കി വെക്കാം. ഞാൻ താഴെഭാഗം കുറച്ച് ഓലക്കൊടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കത്തി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കത്തിക്കാം. എല്ലായിടത്തും കത്തി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സഹായിച്ചു കൊടുക്കാം. അടിപൊളി ചൂടാട്ടോ, നല്ലോണം കത്തുന്നുണ്ട്. സംഭവം ചെയ്യുന്നത് ഉച്ചയ്ക്കാണ്, അപ്പൊ അതിൻ്റെതായ ചൂട് വേറെയുണ്ട്. ഞാനിപ്പോ ഇതൊരു 20-25 മിനിറ്റോളം കത്തിച്ചു. ഇതിപ്പോ ഏകദേശം നമ്മളൊരു അരമണിക്കൂറോളം കത്തിച്ചിട്ടുണ്ട്. തീയൊക്കെ അണഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ഈ കനലുകളൊക്കെ ഒന്ന് മാറ്റിയിട്ടേ ഈ കാണുന്ന ബക്കറ്റ് പൊക്കാനുള്ള നടപടികളൊക്കെ ഒന്ന് ചെയ്യാം. സംഭവം നൈസായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. മുഴുവനായിട്ടൊന്നുമില്ല, പക്ഷെ ചില ഭാഗങ്ങൾ കരിഞ്ഞിട്ടുണ്ട്. ചിക്കൻ്റെ ഉള്ളൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്, പക്ഷെ പുറമേക്ക് ചെറുതായിട്ട് കരിയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കിയ ബക്കറ്റ് ചിക്കൻ ജസ്റ്റ് ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. പക്ഷേ കരിയാനുള്ള കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബക്കറ്റ് മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം ചെയ്യുമ്പോൾ കത്തിക്കുമ്പോൾ കൂടുതൽ ടൈമിൽ കത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് മതിയാകും. നല്ലൊരു വിറകൊക്കെ വെച്ചിട്ട് കത്തിക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ആവേണ്ടതാണ്. നോക്കിയിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ടൈമിൽ ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടി കത്തിച്ച് കൊടുത്താൽ മതിയാകും.
എന്തായാലും അത് ഉപയോഗശൂന്യമാക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കണതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു പുതിയ ആളാണ്. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായത് എന്തൊക്കെയാണ് ഇതിൻ്റെ എറേഴ്സ് എന്തൊക്കെ സംഭവിക്കാനുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോന് ശേഷം ഞാൻ ഒരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കി. പക്ഷെ അത് പക്കയായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം ഒക്കെ ആയതുകൊണ്ട് ഞാൻ ആ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ബക്കറ്റ് ചിക്കന് വരാനില്ല. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയോട് കൂടിയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.